എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവളുടെ സ്ട്രെസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. കുറച്ച് ഒരു വർഷത്തോളമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ആ ബിസിനസ് മുന്നോട്ട് പോകുന്നതിൽ അത്ര വലിയ പ്രോഫിറ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സൊക്കെ പറയാം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഡ്രീമിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും നാളത്തെ കാര്യങ്ങൾ ആലോചിച്ച് എപ്പോഴും സ്ട്രെസ്ഡ് ആലേ. നമുക്കറിയാം നമ്മളെ ലൈഫിൽ നമ്മൾ ഒരു വലിയൊരു ഡിസിഷൻ എടുത്തിട്ട് അതിന് മുന്നോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ് ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ചിന്തിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ അതിനുള്ളൊരു റിസൾട്ട് കാണാണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനായിരിക്കും. അതേപോലെ തന്നെ അവൾക്കും നല്ല ടെൻഷനായിരുന്നു. അവളിങ്ങനെ വന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമ്മളെല്ലാവരും ലൈഫിൽ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് എല്ലാവരോടും അവളോട് പറഞ്ഞൊരു കാര്യമാണ്, ഫോക്കസ് ഓൺ യുവർ പ്രോഗ്രസ്, നോട്ട് സ്പീഡ്. നിങ്ങൾക്ക് എന്താണോ പ്രോഗ്രസ് ഉണ്ടാവുന്നത് അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചു ഒരു വർഷം കൊണ്ട് തന്നെ അത് സക്സസ് ആവണമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച അത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇനി നിങ്ങളൊരു പഠിത്തത്തിലായിക്കോട്ടെ, ഇനിയിപ്പം എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ബേസ് ചെയ്തിട്ട് പറയാം, ഒരു ചാനലായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, അതിലൊരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടോ അവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു കുഞ്ഞു പ്രോഗ്രസ് വരുന്നുണ്ടോ, അത് ഓരോ ദിവസത്തിലല്ല ഓരോ മാസത്തിലും ഒരു പ്രോഗ്രസ് സംഭവിക്കുന്നുണ്ടോ, അവിടെ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആ പ്രോഗ്രസ് കൂടി വരുമ്പോൾ അത് നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ടിലേക്ക് എത്തും. അല്ല പ്രോഗ്രസ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് സായിയായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യണം. നിങ്ങൾ ഈ പോകുന്ന രീതിയിൽ പോയാൽ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് അടുത്തൊരു സ്റ്റെപ്പ് വെക്കേണ്ടതെന്ന് ചിന്തിക്കാം. എന്തെങ്കിലും ഒരു ന്യൂ ആയിട്ടുള്ള ഒരു കാര്യം അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. എന്നിട്ടും അതിൽ ഒരേ രീതിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് സ്കിപ്പ് ചെയ്യാം. അല്ലാതെ കുഞ്ഞു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ, നിങ്ങളുടെ കാഴ്ചയിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്കിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുക. ഒരു ദിവസം അത് വിന്നിലെത്തും. അല്ലാതെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും ലക്കിൽ പെട്ടെന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ളത്, പക്ഷേ എല്ലാവർക്കും അത് സാധിക്കില്ല. നിങ്ങൾ ആ പ്രോഗ്രസ് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സ്പീഡിൽ ഫോക്കസ് ചെയ്ത് സ്പീഡിൽ എനിക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാതെ ആ ചെറിയ പ്രോഗ്രസ്സിനെ നോക്കി ഇനി എന്തൊക്കെ അടുത്ത ഒരു കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ന്യൂ ആയിട്ട് കൊണ്ടുവരണമെന്ന് ചിന്തിച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.